സെമി സിൽക്ക് ഫാബ്രിക്കിലും പ്രിൻ്റ് കോട്ടൺ ഫാബ്രിക്കിലും വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ സെമി സിൽക്കിൽ വന്നിട്ടുള്ളത് ഹക്കോബ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ളതും ബ്ലോക്ക് പ്രിൻറ്റ്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. മറ്റൊന്ന് വന്നേക്കുന്നത് നോർമൽ പ്രിൻ്റ് കോട്ടണിൽ ഇൻഡിഗോ ബ്ലൂ ആൻഡ് ജെറ്റ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ്. ഇതിൽ പല പല പ്രിൻസുകളാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിന് 1600 റേഞ്ചിലും ഇത് വരുമ്പോൾ 1400 റേഞ്ചിലും ആട്ടോ വന്നേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഈ ഒരു പാറ്റേൺ കാണാം. ഇതിൽ ആദ്യത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഹെദർ പേർപ്പിൾ കളർ ടോണിൽ. അപ്പോൾ ഇതിലോട്ടെല്ലാം ബ്ലോക്ക് പ്രിൻ്റഡാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. ഫ്രണ്ട് പോർഷൻ ഇത് നമ്മളൊരു യോക്ക് പോർഷനായിട്ട് വരും. അതെല്ലാം ജാലി പാറ്റേണിലുള്ള കോമ്പിനേഷൻ. അതിലോട്ടൊരു ഗ്രീൻ എമറാൾഡ് ഗ്രീനും ഇതിൻ്റെ ഹെദർ പേർപ്പിളിൻ്റെ തന്നെ ഡാർക്ക് ടോണും വരും. പിന്നെ ഓരോ ചെറിയ ചെറിയ ബൂട്ടാസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഫ്രണ്ട് പോർഷനിലോട്ട് ഈ ഒരു ഹക്കോബ പാറ്റേണും ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ആ ഒരു ജാലി പാറ്റേണിലുള്ള യോക്ക് പോർഷനിലുള്ള ആ ഒരു പ്രിൻറ്റിങ് ഡീറ്റെയിലിംഗ് ആണ്. ഇതെല്ലാം ബ്ലോക്ക് പ്രിൻറ്റഡ് പാറ്റേൺ ആണ്. അതാണിത് ബാക്ക് പോർഷൻ വരുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നെറ്റ് കോട്ടയാണ്, സോഫ്റ്റ് നെറ്റ് കോട്ട. അതിലോട്ടും ബ്ലോക്ക് പ്രിൻ്റ് ആണ്. അതൊരു നേവി ബ്ലൂ, ഒരു ഡസ്റ്റി നേവിയും പിന്നെ ആ ഒരു ഹെദർ പേർപ്പിളിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ പോയിരിക്കുകയാണ്. ബോട്ടം വരുമ്പം കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലോട്ടാണ് വരുന്നത്. അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ വരുമ്പോൾ ഒരു ഡസ്റ്റി ബ്രിക്ക് റെഡ് കളർ കോമ്പിനേഷനിലോട്ട് ഇതിലോട്ട് മെറൂൺ ആൻഡ് ഗ്രീൻ കളറിലുള്ള പ്രിൻറ്റിങ് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലുള്ള ബൂട്ടാസും ബാക്ക് പോർഷൻ ഈ ഒരു പാറ്റേണിലും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ എല്ലാത്തിലും ഒരു ദുപ്പട്ടയിലോട്ടൊരു കോൺട്രാസ്റ്റ് ഇത് വന്നിട്ടുണ്ട്. ഇതൊരു ബ്ലൂയിഷ് ഗ്രേ ടോണാണ് വരുന്നത്. ആ ഒരു കോമ്പിനേഷനും ഇതിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കൂടെ വരുന്നുണ്ട്. ഇതുപോലെ എൻഡ് പോർഷൻ ദുപ്പട്ടയുടെ. ബോട്ടം വരുമ്പോൾ ആ ഒരു ദുപ്പട്ടയുടെ മിഡിൽ പോർഷനിലുള്ള പോലെ ആ ബ്ലൂയിഷ് ഗ്രേ ടോണിലോട്ടാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത ഷെയ്ഡ് വന്നിട്ടേക്കുന്നത് ഒരു ടർക്വൈസ് കളറാണ്. അതിലോട്ട് തന്നെ ടർക്വൈസിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോണും ഹെദർ പേർപ്പിളിൻ്റെയും കൂടെ ടോൺ വരുന്നത്. എല്ലാം നല്ല കോമ്പിനേഷനാണ്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. പിന്നെ ഇതിലോട്ടൊരു ബ്രൗൺ കളർ, കോഫി ബ്രൗൺ കളറിലുള്ള കോമ്പിനേഷൻ കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഒരു കോഫി ബ്രൗണും ഇതിൻ്റെ ഇടയ്ക്കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലോക്ക് പ്രിൻ്റൊക്കെ കോഫി ബ്രൗൺ ഷെയ്ഡാണ്. എല്ലാത്തിൻ്റെ ആ ഒരു രീതിയിലാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോൾ കോഫി ബ്രൗൺ കളറിൽ. പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ വന്നേക്കുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ കളർ കോമ്പിനേഷനാണ്. അതിലേക്കൊരു യെല്ലോ, ഒരു മസ്റ്റാർഡ് യെല്ലോ മെറൂൺ കളറിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വന്നേക്കാം. നന്നായിട്ടുണ്ട് ഇതും. അപ്പോൾ ദുപ്പട്ട വരുമ്പോൾ മെറൂൺ ഷെയ്ഡും എൻഡിലേക്ക് വരുമ്പോൾ ഗ്രീൻ്റെയും കൂടെ കോമ്പിനേഷൻ. ബോട്ടം വന്നിട്ടുള്ളത് മെറൂൺ. ഇതുപോലെ 4 കോമ്പിനേഷൻ ഇതിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഇൻഡിഗോ ബ്ലൂവിൽ നമുക്ക് 2 ഡിസൈൻസ് ഉണ്ട്. ഇതിൻ്റെ പാറ്റേൺ ഈ പ്രിൻറ്റിലാണ് ഓരോന്നിലും വ്യത്യാസം വന്നേക്കുന്നത്. ഇതിലോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ ബൂട്ടാസ് വന്നിട്ടുണ്ട്. ഇത് ഇൻഡിഗോ ബ്ലൂ ആണെന്ന് പറഞ്ഞാലും ഷെയ്ഡേ ഉള്ളൂ കേട്ടോ. നമ്മൾ യൂഷ്വലി ഉള്ള നാച്ചുറൽ ഇൻഡിഗോ അല്ല. അതുകൊണ്ട് കളറ് ബ്ലീഡ് ചെയ്യുന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഇനി അപ്പോൾ ഒരു ബ്ലൂ, ഇൻഡിഗോ ബ്ലൂ ആൻഡ് നേവി ബ്ലൂ എല്ലാം കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ചെറിയ ബൂട്ടാസും യോക്ക് പോർഷനിലോട്ട് ഇതുപോലെ ഒരു നെറ്റ് ഫാബ്രിക് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ കാണുമ്പോൾ ഒരു ക്രോഷ്യയുടെ ഒക്കെ ഒരു നെറ്റ് വീവിങ് വന്നേക്കുന്ന നെറ്റ് ഫാബ്രിക്കാണ് വെച്ചേക്കുന്നത്. പിന്നെ ചുറ്റും ക്രോഷ്യ ലേസും വരുന്നുണ്ട്. ബോർഡറായിട്ട് സെൽഫായിട്ടുള്ള ഡീറ്റെയിലിങ്ങും ഹെം ലൈനിലോട്ടും ഒരു ക്രോഷ്യ ബോർഡർ വരുന്നുണ്ട്. ദുപ്പട്ട ഇതിൻ്റെ വരുമ്പോഴത്തേക്കും ഷിഫോൺ ദുപ്പട്ട വൈറ്റ് കളറിലാണ് വരുന്നത്. ചുറ്റും ലേസ് നല്ല വീതിയിൽ ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. ബോർഡർ ഡബിൾ ബോർഡറായിട്ട് ടോപ്പിൻ്റെ ഫാബ്രിക്കും വരുന്നുണ്ട്. ചെറിയ വീതി കുറഞ്ഞ ക്രോഷ്യ ലേസും കൂടെ വരുന്നുണ്ട്. പിന്നെ മിഡിൽ പോർഷനിൽ ചെറിയ ഒരു സീക്വൻസ് വർക്കും ഒരു ലൈൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുമ്പം പ്യുവർ കോട്ടണിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. നമുക്കിതിൽ ഒരു പ്രിൻറ്റും കൂടെ അവൈലബിൾ ആണ് ഈ ഒരു ഇൻഡിഗോയിൽ. അപ്പോൾ അത് അടുത്ത പ്രിൻറ്റ് വരുമ്പം ഈ ഒരു പാറ്റേൺ വരും. ഇത് കുറച്ചുകൂടി ഒരു ജാലി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെ ദുപ്പട്ട. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് സൈഡിലോട്ടുള്ള ബോർഡറിൽ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ബാക്കി ദുപ്പട്ടയുടെ പാറ്റേൺ എല്ലാം നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ. ബോട്ടും എല്ലാത്തിൻ്റെയും സെയിം തന്നെ ആയിട്ട് വരും. പിന്നെ ഇതിന് നമുക്കടുത്ത് ജെറ്റ് ബ്ലാക്ക് കളറാണ്. ജെറ്റ് ബ്ലാക്കിൽ നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേവി ബ്ലൂ, ആ ഒരു ഇൻഡിഗോ ബ്ലൂവിൽ കണ്ട പോലെ തന്നെയുള്ള സെയിം പ്രിൻറ്റിംഗ് ഉണ്ട്. ചെറിയ ചെറിയ ബൂട്ടാസ് വരുന്നത്. ദുപ്പട്ട സെയിം പാറ്റേൺ തന്നെ. പിന്നെ ബോട്ടം വരുമ്പോൾ കോട്ടണിൽ. പിന്നെ ഇതിൽ നെക്സ്റ്റ് പ്രിൻ്റ് വരുന്നത് ഇതാണ്. ഇതും ചെറിയ ചെറിയ മോട്ടീവ്സ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ട, പിന്നെ ബോട്ടം. നമുക്കൊരു ഡെയിലി യൂസിനും കാഷ്വൽ യൂസിനും ഒക്കെ പറ്റിയ സെറ്റാണ്. പിന്നെ ഇതിൽ നമ്മൾ ഒരു പ്രിൻറ്റും കൂടെ ഉണ്ട്.
നമ്മളിതും ഇൻഡിഗോ ബ്ലൂവിൽ നമ്മൾ കണ്ടായിരുന്നു ഈ സെയിം പ്രിൻ്റ്. അത് ആ കഷിഷും കൂടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട, ബോട്ടം. ഇതുപോലെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റ് ബ്ലാക്കിലും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ കണ്ട അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.